ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു സൗത്ത് കൊറിയൻ ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ഓൾഡ് വുമൺ വിത്ത് ദ നൈഫ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 60 വയസ്സുള്ള ഒരു അമ്മൂമ്മ, അവരാണ് നമ്മുടെ ഈ കഥയിലെ നായിക. അതും ഒരു ഓർഗനൈസേഷനിലെ അസാസിയൻ. പണം കൊടുത്തു കഴിഞ്ഞാൽ അവരാര് വേണമെങ്കിലും കൊല്ലും. അതൊരു ഓർഗനൈസേഷനാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് തന്നെ. ആ ഓർഗനൈസേഷനിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഈ അമ്മൂമ്മ. ഈ അമ്മൂമ്മയ്ക്ക് മുകളിൽ വേറെ ആരും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു ചെറിയ പയ്യൻ വരുന്നു ജോലിക്ക് വേണ്ടി. അതിനുശേഷം ഈ ഒരു അമ്മൂമ്മയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറെ മാറ്റങ്ങളും അത് കഴിഞ്ഞ് സംഭവിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൂവിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. കൂടാതെ ഈ മൂവി തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കഥയിലേക്ക് പൂർണ്ണമായിട്ടും അങ്ങ് അഡിക്റ്റ് ആയി പോകും. അത് കഴിഞ്ഞ അവസാനം വരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് മറക്കാതെ ചെയ്തേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. കഥയുടെ തുടക്കം തന്നെ 1990 നടക്കുന്ന പോലെ കാണിക്കുന്നത് ഇപ്പൊ കൊറിയയിലെ ഇപ്പൊ മഞ്ഞുകാലമാണ്. ആ സമയത്ത് റോഡിലൂടെ ഒരു പെൺകുട്ടി ദേഹം മുഴുവൻ പരിക്കുകളുമായിട്ട് ആടി നടന്നു വരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഈ കഥയിലെ നായിക സിൻ. കുറച്ച് നടന്നു വരുമ്പോൾ തന്നെ അവളുടെ ബോധം നഷ്ടപ്പെട്ട് താഴേക്ക് വീഴുന്നതും കുറെ നേരം ആരും അവളെ ശ്രദ്ധിക്കാതെ അവൾ അവിടെ തന്നെ കിടക്കാണ്. ദേഹം മുഴുവനായിട്ടും മഞ്ഞ് കൊണ്ട് പൊതിയുന്നുണ്ട്. അങ്ങനെ കുറെ നേരം കഴിയുന്നത് മാർക്ക് എന്ന് പറഞ്ഞു ഒരുത്തൻ അവന്റെ ഭാര്യയും കൂട്ടി ഈ വഴിക്ക് വരുമ്പോൾ സിന്നിനെ കണ്ടിട്ട് അവൾ എന്തായാലും ആഹാരം കഴിക്കാത്തത് കൊണ്ടാണ് ബോധമില്ലാതെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കി അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കുന്നു. അതുമല്ല സിന്നിനാണെങ്കിലോ അച്ഛനമ്മയൊന്നുമില്ല, അവൾ അനാഥയാണ്. കൂടാതെ ഇതിനു മുന്നേ വേറെ ഏതൊരു ഷോപ്പിലാണ് വർക്ക് ചെയ്തത്. അവിടെ നിന്ന് അവളെ ആ ഒരു ഓണർ അടിച്ചിറക്കിയതിനു ശേഷം എവിടെ പോകണമെന്നോലും അറിയാതെ വിശപ്പും ദാഹവുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. ഈ അവസ്ഥയെല്ലാം മനസ്സിലാക്കിയ മാർക്കിന്റെ ഭാര്യ, ഓക്കെ ഇവളെ നമ്മുടെ കടയിലെ ജോലിക്ക് നിർത്താം, ഇവിടെ തന്നെ അവൾ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സിൻ ഇപ്പോ ഒരുപാട് നാളായിട്ട് ഈ കടയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം സിൻ പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ മാർക്ക് പുറകിലൂടെ അകത്തേക്ക് കയറി വരുന്നു. അപ്പോൾ സിൻ ചോദിക്കും, അല്ല മാർക്ക്, ഒരാഴ്ചയായല്ലോ കണ്ടിട്ട് എവിടെ പോയിരുന്നു ചോദിക്കുമ്പോൾ, ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ജോലിയുടെ ആവശ്യമായിട്ട് എന്നെ വിളിച്ചിരുന്നു, അതുകൊണ്ടാണ് ഒരാഴ്ച കാണാതിരുന്നത്. പിന്നെ നിനക്കെങ്ങനെയുണ്ട്, നീ ആഹാരമെല്ലാം കഴിക്കുന്നുണ്ടോ, നിനക്കിപ്പോൾ ഓക്കെ ആണോന്നെല്ലാം ചോദിക്കുമ്പോൾ ഇത്രയും നാളുകൾക്കിടയിൽ അങ്ങനെ ഒരാൾ ചോദിക്കുന്ന ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ സിൻ അവനെ നോക്കുന്നുണ്ട്. അതേസമയം ഈ കടയുടെ മുൻവശത്തോടെ മാർക്കിന്റെ ഭാര്യ അവളുടെ കുട്ടീനെയും അതേപോലെ തന്നെ ഒരു അമേരിക്കൻ സോൾജിയർ ഉണ്ട്, അവനെയും കൂട്ടി അകത്തേക്ക് വരുന്നു. അപ്പൊ ഈ അമേരിക്കൻ സോൾജിയർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മാർക്കിന്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ മാർക്ക് സിന്നിനോട് പറയും, എന്റെ ഫ്രണ്ടാണ്, ഇവര് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരാൻ പറയുമ്പോൾ അവൾ അതുപോലെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് രാത്രി സിൻ ഈ ഷോപ്പെല്ലാം ക്ലോസ് ചെയ്തിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്ന സമയത്താണ് ആ അമേരിക്കൻ സോൾജിയർ ഉണ്ടല്ലോ, അവൻ കടയുടെ പുറകു വശത്തോടെ സിന്നിനെ കാണാനായിട്ട് അകത്തേക്ക് വരും. അപ്പോൾ സിൻ പറയും, ഇല്ല ഷോപ്പ് ക്ലോസ് ചെയ്തു, ഇനി ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് സിന്നിനെ പിടിച്ച് നല്ലതുപോലെ അടിക്കുന്നു. അതേപോലെ തന്നെ അവളെ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവൾ എത്ര പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നില്ല. അതുമല്ല അവൻ അവളെ നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ട്. ഇത് കാരണം സിൻ എന്താ ചെയ്യുന്നറിയോ, അടുത്ത് കിടക്കുന്ന ഒരു കമ്പി എടുത്ത് അവന്റെ വായിലേക്ക് ഒരു ഒറ്റ കുത്ത്. സ്പോട്ടിൽ തന്നെ അവൻ മരിച്ച് താഴെ വീഴും. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ മാർക്ക് ഇതിനകത്തേക്ക് കയറി വരുന്നു. സിന്നിനെയും അതേപോലെ തന്നെ ആ സോൾജിയറിനെ കാണുമ്പോഴത്തേക്കും എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ സിൻ പറയും, അവനാണ് എന്നെ ഉപദ്രവിക്കാൻ വന്നത്, അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അങ്ങനെയാണ് ഞാൻ അവനെ കൊന്നത്, അതുകൊണ്ട് പോലീസിലൊന്നും പറയരുത്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ വെച്ചാണ് മാർക്ക് ഒരു കാര്യം പറയുന്നത്, സത്യത്തിൽ നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, ഞാനേ അവനെ കൊല്ലാനായിട്ട് ഇരിക്കുമായിരുന്നു, എന്റെ ജോലി നീ ഇപ്പൊ തീർത്തിടണമെന്ന് പറയുമ്പോൾ സിന്നിനൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ വെച്ചാണ് നമ്മുടെ മാർക്ക് ആരാണെന്നുള്ള കാര്യം സിൻ മനസ്സിലാക്കുന്നത്. അവനൊരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് സത്യത്തിലെ ഒരു സീക്രട്ട് ആയിട്ടുള്ള സിൻഡിക്കേറ്റ് ആണ്. ആ സിൻഡിക്കേറ്റിന്റെ പ്രധാന ആളെ മാർക്കാണ്. ഇപ്പൊ ഇവരുടെ നാട്ടിലെ തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ എല്ലാവരെയും തേടി പിടിച്ച് കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരോടത് പറഞ്ഞു കഴിഞ്ഞാൽ പണം വാങ്ങിയിട്ട് ഇവർ ആ കാര്യം ചെയ്യും. ഇങ്ങനെ സമൂഹത്തിന് ഏതെങ്കിലും രീതിയിൽ ആപത്തായിട്ടുള്ളവര് അവരെയാണ് ഇവർ കൂടുതലായിട്ടും കൊല്ലുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുന്നതും നമ്മുടെ സിന്നിനെ മാർക്ക് ആ ഒരു ഏജൻസിയിൽ ചേർക്കാണ്. ഇനി മുതൽ സിന്നും ഇവരെ പോലെ തന്നെ ഒരു അസാസിയനാണ്. അവൾ അതുപോലെ തന്നെ ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് സിന്നിനെ പറഞ്ഞു വിടുമ്പോൾ സിൻ ചെന്നിട്ട് അയാളെ ഈസി ആയിട്ട് കൊന്നിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞ് വർഷങ്ങൾ കുറെ കഴിഞ്ഞു പോകുന്നു. ഏകദേശം ഒരു 10-30 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാണിക്കുമ്പോൾ ഒരു മെട്രോ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരുത്തന് ഒരു പെണ്ണിന്റെ മുന്നിൽ നിന്ന് ഭയങ്കരമായിട്ട് അവളെ വഴക്ക് പറയുന്നു. അതുപോലെ ആ സ്ത്രീ ആണെങ്കിൽ പ്രഗ്നന്റ് ആണ്. ഏയ്, ഈ വയസ്സായിട്ടുള്ള ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റിലാണ് നിങ്ങൾ വേറെ ഇരിക്കുന്നത് എന്നും പറഞ്ഞാൽ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ഉണ്ടല്ലോ, അവരെ തന്നെ വഴക്ക് പറയുന്നു. അതേസമയം കുറച്ച് ദൂരെയായിട്ട് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ തന്റെ കയ്യിലൊരു ബുക്ക് എടുത്തു വെച്ച് അത് തുറന്നു നോക്കുന്നുണ്ട്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ സിന്നാണ്. കൂടാതെ ആ ബുക്കിനകത്ത് ഒരു ഫോട്ടോ കാണുന്നു. ആ ഫോട്ടോ ആരുടേതാണെന്ന് വെച്ചാല് ഇപ്പൊ ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അയാളുടെ ഫോട്ടോ.
അങ്ങനെ സിൻ അടുത്തൊരു സ്റ്റേഷൻ എത്തുന്നതും പതിയെ എഴുന്നേറ്റ് തന്റെ തലയിൽ എന്തോ ഷാർപ്പായിട്ടുള്ളൊരു സാധനമുണ്ട് അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് പതിയെ അയാളുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ ദേഹത്തേക്ക് തട്ടുമ്പോഴത്തേക്കും ഈ ഷാർപ്പായിട്ടുള്ള കാര്യം വെച്ച് അയാളുടെ ദേഹത്ത് കുത്തിയിട്ടാണ് സിൻ വെളിയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ സിൻ നടന്ന് അവിടെ നിന്ന് പോകുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ട്രെയിനിൽ നിൽക്കുന്ന അയാളുണ്ടല്ലോ അയാൾ താഴേക്ക് വന്ന് വീണ് പെടഞ്ഞ് അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അപ്പോൾ നമ്മുടെ സിൻ കുത്തിയത് ഒരു വിഷമാണ്. അതുകൊണ്ടാണ് അവൻ ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചത്. ഇപ്പൊ അത് നേരെ അവിടെ ഒരു ബാത്റൂമിലേക്ക് വന്നിരുന്ന് ക്ലീൻ ചെയ്യാണ്. ആ സമയത്ത് നമ്മുടെ സിന്നിന് എന്തൊക്കെയോ തോന്നിയിട്ട് പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെ. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് അടുത്ത് കഴിഞ്ഞ് ഈ ഒരു സിൻഡിക്കേറ്റ് ഉണ്ടല്ലോ, സിൻ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സിൻഡിക്കേറ്റ് അത് കാണിക്കുമ്പോൾ റിയു എന്ന് പറഞ്ഞിട്ട് ഒരുത്തനാണ് ഈ സിൻഡിക്കേറ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ റിയുവിന്റെ അടുത്തേക്ക് ഒരു ലേഡി വന്നിട്ട്, സാർ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, എന്റെ മകൾക്ക് നീതി വേണം, നിങ്ങളത് ചെയ്തേ മതിയോ, ഞാൻ എത്ര പണം വേണമെങ്കിലും തരാന്നെല്ലാം പറയുമ്പോൾ റിയോ അതൊന്നും വലിയ കാര്യമാക്കാതെ അവന്റെ ഓഫീസിനകത്തേക്ക് നടന്നു പോകുന്നു. അപ്പൊ അതിനകത്ത് റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പെണ്ണുണ്ട്. അവളുടെ പേര് വില്ലു എന്നാണ്. ഇപ്പൊ ആ പെണ്ണ് അകത്ത് നിൽക്കുന്ന ലീ എന്ന് പറഞ്ഞിട്ട് ഇവരോടൊപ്പം വർക്കുന്ന വേറൊരു അസാസിയനുണ്ട്. അവരോട് പറയും, നിനക്ക് പുതിയൊരു അസൈൻമെന്റ് വന്നിട്ടുണ്ട്, അത് പോയി ചെയ്യാൻ പറയുമ്പോൾ റിയു അകത്തേക്ക് കയറി വന്നിട്ട് ലീയോട് ആ ഒരു അസൈൻമെന്റിനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോ ലീ പെട്ടെന്ന് റിയുവിനോട് പറയും, അതൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയമാണ്, ഇതുപോലുള്ള കേസുകൾ നമ്മൾ എടുക്കാറില്ലല്ലോ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ റിയു പറയും, നമ്മളിപ്പോൾ ഈ ഓഫീസ് നടത്തുന്നതേ വാടകയ്ക്കാണ്, അതിന്റെ പണം കൊടുക്കാൻ പോലും നല്ല രീതിയിൽ കാശ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഇതുപോലെയുള്ള കേസുകൾ എടുക്കാതെ വേറെ വഴിയില്ല, നീ എന്തായാലും പോയിട്ട് ആ ഒരു ഭാര്യയെ കൊന്നേക്ക്, അതാണ് നിന്റെ ജോലി, അത് നീ ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഇപ്പോൾ ലീക്ക് വേറെ വഴിയില്ല, അത് പോയി ചെയ്തേ മതിയാവൂ. അങ്ങനെ അതേ സമയം ഇവിടെ ഷിന്നിനെ കാണിക്കുമ്പോൾ അവർ നേരെ വീട്ടിലേക്ക് പോവാണ്. അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത്, നമുക്കറിയാലോ. ആകെയുള്ളതൊരു നായ മാത്രമാണ്, അതാണെങ്കിൽ ഇപ്പോൾ വയ്യാതെ കിടക്കുന്നു. അങ്ങനെ ആ നായയെ കണ്ടിട്ട് നേരെ റൂമിനകത്തേക്ക് കയറി ഇപ്പോൾ തന്നെ കൊന്നിട്ട് വന്നല്ലോ, അവനെ പറ്റിയുള്ള റെക്കോർഡും കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് ഇപ്പൊ ആ ഒരു നായ്ക്കുട്ടീനെയും കൊണ്ട് ഒരു വെറ്റിനറി ഡോക്ടറിനെ കാണാനായിട്ട് പോവാണ്. അപ്പൊ ആ ഡോക്ടറിന്റെ പേര് ഷാങ്ക് എന്നാണ്. ഇപ്പൊ ആ ഡോക്ടർ വന്നിട്ട് പറയും, ഏയ് വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല, ഈ മരുന്നുകളൊക്കെ വാങ്ങി കൊടുത്താൽ മതി എന്ന് പറയുന്നത് നമ്മുടെ ഷിന്നിനാകെയുള്ളത് ആ ഒരു നായ മാത്രമാണ്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് കുറെ ദിവസം കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരു പയ്യന്റെ മുഖമെല്ലാം മൂടിയിട്ട് അവനെ കാറിൽ കുറച്ചുപേർ തട്ടിക്കൊണ്ടുപോകുന്നു. അതുപോലെ ഒരു ഗോഡൌണിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ പയ്യന്റെ മുന്നിൽ വേറെടുത്ത് വന്നിരുന്ന്, ഹേയ് കുറെ നാളായല്ലോ നീ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ ചുറ്റി നടക്കുവാണല്ലോ, എന്തിനാ നീ ഞങ്ങളെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ എന്ന് ചോദിച്ചങ്ങനെ വായടയ്ക്കുന്നതും പെട്ടെന്ന് തന്നെ അവൻ അവിടെയുള്ള എല്ലാവരെയും ഇവിടെയുള്ള ഓരോ സാധനങ്ങളെടുത്ത് നല്ലതുപോലെ അടിക്കുന്നു. ഓരോ ഇടിയും ഓരോ കിൻഡൽ ഇടി എന്ന് പറയല്ലോ, അതുപോലെയാണ്. അതുപോലെ എല്ലാത്തിനെയും ഇടിച്ചങ്ങ് കളഞ്ഞിട്ട് നേരെ ഇവനോട് സംസാരിച്ച് അവന്റെ അടുത്തേക്ക് വന്ന്, എടാ നിനക്ക് മനസ്സിലാവത്തില്ലേ, കുറെ നാളായിട്ട് നിന്നെ തന്നെ ചുറ്റി വന്നു കഴിഞ്ഞാല് അത് നിന്നെ കൊല്ലാനാണ്, അതൊക്കെ മനസ്സിലാക്കണമെന്നും പറഞ്ഞ് ആ കത്തിയെടുത്ത് അവന്റെ വയറിലേക്ക് 2-3 തവണ കുത്തി അയാൾ അവിടെ വെച്ചങ്ങ് കൊല്ലുന്നു. അങ്ങനെ എല്ലാവരെയും കൊന്നിട്ട് അവൻ അവിടെ നിന്ന് വണ്ടിയെടുത്ത് വെളിയിലേക്ക് പോകുന്നതും അവൻ അറിയാതെ തന്നെ അവനെ റിയോ ഉണ്ടല്ലോ അവൻ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ഫോളോ ചെയ്ത് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അവനെ അവിടെ കാണാനില്ല. അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇവൻ എവിടെ പോയെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് റിയുവിന്റെ വണ്ടി ഈ വെയിറ്റ് എല്ലാം പൊക്കുന്ന മറ്റൊരു വണ്ടി ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പൊക്കി അങ്ങ് നിർത്തും. അത് നേരത്തെ കണ്ട ആ ഒരു പയ്യൻ. അപ്പോഴേക്കാണ് റിയോ പറയുന്നത്, ഇല്ല നീ പേടിക്കൊന്നും വേണ്ട, നിന്നെ കൊല്ലാനൊന്നും ഞാൻ പുറകെ വന്നതല്ല, നീ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നീ ചേരുന്നോ ഇല്ലയോ, നിന്നെപ്പോലെ ഒരാളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ഈ അഡ്രസ്സിലേക്ക് വാന്നും പറഞ്ഞ് ഒരു കാർഡും കൊടുത്തിട്ട് അവനവിടെ നിന്ന് പോകുന്നു. അതേസമയം നമ്മുടെ ഷിന്നിനെ കാണിക്കുമ്പോൾ ഷിന്നിന് ഒരു 50-60 വയസ്സ് എന്തായാലും ഉണ്ടാവും. എന്നിരുന്നാലും നല്ല സ്ട്രോങ് ആയിട്ട് ജിൽ ജിൽ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. രാവിലെ തന്നെ ഓടാനായിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഏജൻസിയിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു സ്ത്രീ എന്നും വന്ന് റിയുവിനോട് സംസാരിക്കില്ല, അവരുടെ മകൾക്ക് എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടി അവരെപ്പോഴും ഇവരുടെ ആ ഒരു ഓഫീസിന്റെ മുന്നിൽ തന്നെയാണ് നിന്ന് കരയുന്നത്. പക്ഷെ അവരെ അവൻ അടുപ്പിക്കുന്നില്ല. അങ്ങനെ ഷിൻ അതെല്ലാം കണ്ടിട്ട് പതിയെ ആ ഒരു ഓഫീസിനകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും അവിടെ വേറെ ഒരുപാട് അസാസിയന്മാരുണ്ട്. ഇവരെല്ലാവരും ഷിന്നിനെ കാണുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോഴും തന്നെ ഷിൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും പുതിയതായിട്ട് വന്ന ആ ഒരു പയ്യൻ, അവന്റെ പേര് ബുൾഫൈറ്റ് എന്നാണ്. പക്ഷെ അവൻ ഈ ഷിന്നിനെ പറ്റി അറിയാത്തതുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരിക്കും. അതൊരു വല്ലാത്ത അഹങ്കാരത്തോടെ. അങ്ങനെ ഷിൻ നേരെ അകത്തേക്ക് വന്ന് അവളിപ്പോൾ അവസാനം വിട്ട് ഒരാളെ കൊന്നല്ലോ, അതിന്റെ റെക്കോർഡും കാര്യങ്ങളെല്ലാം ആ ഒരു പെണ്ണിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ടേബിളിൽ ഒരു ഫയൽ മാത്രം ഡിക്ലൈൻ ആക്കി വെച്ചിട്ടുണ്ട്. ആ ഫയൽ ഇനി ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വെളിയിൽ ഒരു ലേഡി ഇരുന്ന് കരയുന്നുണ്ടല്ലോ, അവരുടെ ഫയലാണത്. അവരുടെ പരാതി എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ മകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് എന്തോ ഡ്രഗ് ഡീലിങ് കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അത് ഈ പെണ്ണ് കണ്ടു. അതറിഞ്ഞ ആ സ്ഥലത്തെ ഓണർ ഉണ്ടല്ലോ, അയാള് ആ പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊല ചെയ്യുമായിരുന്നു. അതുമല്ല ആ പെൺകുട്ടിയാണെങ്കിലോ അവളുടെ അമ്മയോട് ഈ കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മകള് മരിക്കാൻ കാരണം അയാളാണെന്ന് പറഞ്ഞ് അതിനൊരു നീതി വാങ്ങിക്കൊടുക്കണം, അയാളെ കൊല്ലണമെന്നുള്ള ആവശ്യം കൊണ്ടാണ് റിയുവിന്റെ അടുത്ത് ഈ സ്ത്രീ വന്നിട്ടുള്ളത്. പക്ഷെ അവരെ സഹായിക്കുന്നതിലൂടെ ഈ ഒരു ഏജൻസിക്ക് വലിയ രീതിയിൽ ലാഭമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് റിയു ഈ കേസ് എടുക്കാത്തത്. അങ്ങനെ ഇതെല്ലാം വായിച്ചു നോക്കി ഷിന്നകത്തിരിക്കുന്നത് ഈ റിയു ഉണ്ടല്ലോ അവൻ ബുൾഫൈറ്റിനോട് സംസാരിക്കുകയാണ്.
സ്റ്റാർട്ടിങ്ങിൽ വലിയ രീതിയിൽ പണമൊന്നും കിട്ടത്തില്ല. നീ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് പിന്നീട് പണം കൂടും. അതുകൊണ്ട് നീ നല്ലതുപോലെ ജോലി ചെയ്യാൻ നോക്കുന്നു പറയുമ്പോൾ അവൻ പറയും പണം തന്നു കഴിഞ്ഞാലേ ഞാൻ ജോലി ചെയ്യത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ റിയു പറയും ഹേയ് ഞങ്ങളുടെ ഈ ഒരു ഏജൻസി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിനക്കറിയാം, താല്പര്യം ഉണ്ടെങ്കിൽ നിൽക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ വെളിയിലേക്ക് പോകാൻ പറയുന്നതും. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് റിയുവിനെ പിടിച്ചിട്ട് ആ ടേബിളിലേക്ക് പിടിച്ചങ്ങ് കിടത്തും. എന്നിട്ട് കത്തിയെടുത്ത് അവന്റെ വായിലേക്ക് വെച്ച് വാ കീറാനായിട്ട് വരുന്നതും ബാക്കിയുള്ള അസാസിയന്മാരെല്ലാം ഇവന്റെ ചുറ്റിനും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ബുൾ ഫൈറ്റ് ഒരുത്തനെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിലേക്ക് വന്ന് നോക്കുന്നതും പറഞ്ഞ് അവൻ എല്ലാവരോടും അഹങ്കാരത്തോട് സംസാരിക്കുന്നതും പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ തന്നെ അവന്റെ ചെവിക്കുള്ളിലേക്ക് ആ മൂർച്ചയുള്ള ഒരു സാധനം ഉണ്ടല്ലോ അത് കൊണ്ടുവച്ചിട്ട് നമ്മുടെ ഷിൻ നിൽക്കുന്നു. ഇതവ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. എന്നിട്ട് പറയും മര്യാദയ്ക്ക് അവന്റെ വായിൽ നിന്ന് കൈയെടുത്തു എന്ന് പറയുന്നതും ബുൾ ഫൈറ്റിന് എന്തോ പോലെ അവൻ നിന്ന് വിറക്കിയാണ്. അതേസമയം മറ്റൊരിടത്ത് ലീ എന്ന് പറഞ്ഞിട്ടൊരുത്തനെ ഒരു സ്ത്രീയെ കൊല്ലാനായിട്ടുള്ള അസൈൻമെന്റ് കൊടുത്തിരുന്നല്ലോ. അവൻ ഇപ്പൊ ആ സ്ത്രീയുടെ കാറിൽ കയറിയിരുന്ന് അവരുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അവൻ പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറയും. അങ്ങനെ ആ സ്ത്രീ പേടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇപ്പോൾ ഒരു റെയിൽവേ ട്രാക്കിന്റെ നടുവിലായിട്ട് വണ്ടി കൊണ്ട് നിർത്തും. എന്നിട്ട് അവിടെ വെച്ച് ആ സ്ത്രീയെ കൊന്ന് ആ കാറിനകത്ത് ഇരുത്തിയിട്ട് ലീ പതിയെ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാണ് ഈ ട്രാക്കിന്റെ മറുവശത്ത് ലീയുടെ മകള് ഈ കാര്യങ്ങളെല്ലാം കാണുന്നു. തന്റെ അച്ഛൻ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതും അതേപോലെ തന്നെ കാറിനകത്ത് ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നതും. ഇത് കാണുമ്പോൾ ആ മകൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ ആകെ പേടിച്ച് നിൽക്കാണ്. തന്റെ മകളെ ഈ കാര്യം കണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും ലീക്കും അതൊട്ടും അംഗീകരിക്കാൻ കഴിയാതെ അവനും ആകെ ടെൻഷനായിട്ട് നിൽക്കും. എന്നിട്ട് ഹേയ് മോളെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇതാരോടും പറയരുതെന്നുള്ള രീതിയിൽ അവൻ അങ്ങനെ നിൽക്കുന്നതും പെട്ടെന്നൊരു ട്രെയിൻ വന്ന് ഈ കാർ ഇടിച്ചങ്ങ് തെറിപ്പിക്കുമ്പോൾ ഇതെല്ലാം തന്റെ മകൾ കണ്ടു. അതോടെ ഒരച്ഛനെന്ന നിലയിൽ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഷിൻ ഇപ്പോൾ സാധാരണ പോലെ തന്നെ സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള TV-യിൽ നമ്മുടെ ലീ ഒരു സ്ത്രീയെ കൊന്നല്ലോ. ഇപ്പോൾ അതിന് സാക്ഷിയായിട്ട് ലീയുടെ മകള് തന്നെ സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു, തന്റെ അച്ഛൻ ഇതുപോലൊരു കാര്യം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ്. അപ്പൊ ഇത് നമ്മുടെ ഷിൻ കണ്ടിട്ട് സാധാരണ രീതിയിൽ തന്നെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ബുൾ ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവനിപ്പോൾ പുതിയൊരു അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്, ഏതോ ഒരു പ്രൊഫസറിനെ കൊല്ലണം. അപ്പോൾ ബുൾ ഫൈറ്റ് എന്ന് പറഞ്ഞ ഇവൻ മറ്റുള്ളവരെ കൊല്ലുന്ന ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഷൂ ലേസ് വെച്ചിട്ട് അവരുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുക, അതാണ് അവന്റെ സ്റ്റൈല്. അതുപോലെ ആ ഒരു പ്രൊഫസറിന്റെ കഴുത്തിലേക്കും ഷൂ ലേസ് ഇട്ടിട്ട് അയാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അത് അവൻ സിമ്പിളായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നത്. അതേസമയം നമ്മുടെ മാനേജർ റിയോ ഉണ്ടല്ലോ, അവനിപ്പോൾ ഷിന്നിനെ വിളിക്കും. എന്നിട്ട് പറയും ലീയെ പറ്റിയുള്ള ആ ഒരു വിവരം നിങ്ങൾ അറിഞ്ഞല്ലോ, അതുകൊണ്ട് അവൻ കാരണം നമ്മുടെ ഏജൻസിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കരുത്, അതുകൊണ്ട് ലീയെ നിങ്ങൾ കൊല്ലണം എന്ന് പറയുമ്പോഴത്തേക്കും ഷിൻ ചോദിക്കുന്നുണ്ട്, അല്ല ലീ നമ്മുടെ ഈ ഏജൻസിയിൽ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ, അവനെ കൊല്ലാതെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് താമസിപ്പിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ റിയു പറയും ഇല്ലില്ല അതൊന്നും മതിയാവത്തില്ല, നമ്മുടെ റൂളേ ഇതാണ്, അതുകൊണ്ട് ലീയെ കൊല്ലണം, നിങ്ങൾക്ക് കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആളെ അയക്കാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷിന്നിനും വേറെ വഴിയില്ലാതെ ചെയ്യാന്ന് പറയാണ്. അതേസമയം ബുൾ ഫൈറ്റ് എന്ന് പറഞ്ഞവൻ ആ റൂമിനകത്തേക്ക് കയറി വരുന്നതും റിയു പറയും നിന്നോടൊരു കാര്യം സംസാരിക്കണമെന്നും പറഞ്ഞ് അവനെ റൂമിനകത്തേക്ക് കൊണ്ടുപോകും. അതേസമയം ഇവിടെ ലീനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഏതൊരു സ്ഥലത്തിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഷിൻ ആ സ്ഥലത്തേക്ക് വരുന്നത്. ലീ ഇപ്പോൾ ഷിന്നിനെ കാണുമ്പോൾ തന്നെ പറയും ഓ നീ എന്തിനാ ഇവിടെ വന്നേക്കുന്നേ, എന്നെ കൊല്ലാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷിൻ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. പെട്ടെന്നാണ് ലീ ആ ബൊക്കെ എടുത്ത് അവളുടെ മുഖത്തേക്ക് അടിച്ചിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അവന്റെ കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. ഷിന്നും പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ കുറേ ദൂരം പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ എതിരെ മറ്റൊരു ബൈക്ക് വരുന്നു, അതും ഇവരുടെ കാറിൽ ഇടിക്കുന്ന രീതിയിൽ. അതുമല്ല ഷിന്നിനാണെങ്കിലോ ആ സമയത്ത് നിയന്ത്രണം വിടുന്നുണ്ട്. എന്നിരുന്നാലും ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്ത അവസാനം ലീയുടെ വണ്ടി ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നതും അത് തല കീഴായിട്ട് മറിഞ്ഞ് ലീ ഇപ്പോൾ ആ ഒരു കാറിൽ നിന്നും പുറത്തേക്ക് വീഴാണ്. ഇപ്പോൾ ഷിന്നിനും അവനെ കൊല്ലണമെന്നില്ല, അതുപോലെയാണ് അവളുടെ മുഖം ഇരിക്കുന്നത്. അങ്ങനെ ഷിൻ നടന്ന് ലീയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൻ മരിച്ചിട്ടില്ല. അവൻ അങ്ങനെ എഴുന്നേറ്റ് ഷിന്നിനെ വീണ്ടും അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരും നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടിച്ചടിച്ച് അവസാനം ലീ ഷിന്റെ കഴുത്തിലേക്ക് പിടിച്ച് ഞെരിച്ചിങ്ങനെ കൊല്ലാനായിട്ട് വരുന്നതും പെട്ടെന്ന് അവന്റെ പിറകിലൂടെ ബുൾ ഫൈറ്റ് ഉണ്ടല്ലോ, അവൻ വന്നൊരു കല്ലെടുത്ത് ലീയുടെ തലയിലേക്ക് ഒരു ഒറ്റയാടി. ഇത് കാണുമ്പോൾ നമ്മുടെ ഷിന്നിന് എന്തോ പോലെ ആയിട്ട് അവര് വിട്ടെന്ന് അവനോട് ചോദിക്കും അല്ല നീ എന്തിനാ ഇവിടെ വന്നത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുമെന്നും പറഞ്ഞ് ഇപ്പോൾ ലീയുടെ അടുത്തേക്ക് വരുമ്പോൾ ലീ പറയും ഒരു വിധത്തിൽ നീ ചെയ്യുന്നത് ശരി തന്നെയാണ്, എന്റെ മകൾ എന്താണോ കാണരുതെന്ന് ആഗ്രഹിച്ചത് അത് തന്നെ അവൾ കാണുകയും ചെയ്തു, അതുകൊണ്ട് എന്റെ മകളുടെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ പോലും കഴിയത്തില്ല. ഷിൻ നീ എന്നെ കൊന്നോളാൻ പറയുന്നതും ഷിൻ അപ്പോഴും ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ ഷിന്നിന്റെ കയ്യിലെ കത്തി വാങ്ങി ലീ തന്നെ അവന്റെ ദേഹത്തേക്ക് കുത്തിയിട്ട് അവനോട് വെച്ച് മരിക്കുകയാണ്. ഇതുകൂടി ആവുന്നത് ഷിന്നിനെ വല്ലാണ്ടായിട്ട് ഇപ്പോൾ ലീ കെട്ടിപ്പിടിച്ചിരുന്ന് നല്ലതുപോലെ കരയുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഷിന്നിന് എന്തോ മയക്കം വരുന്നത് പോലെ, എന്താണെന്നറിയത്തില്ല, ഒരിടത്തേക്ക് വണ്ടി കൊണ്ട് നിർത്തി എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ലിയോ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ അവളുടെ ദേഹം നല്ലതുപോലെ മുറിഞ്ഞിരുന്നു, രക്തം ഒരുപാട് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ മയക്കം വരുന്നത്. ഇപ്പൊ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോയാൽ മതിയാവും. അതുകൊണ്ട് തന്നെ ആ മുറിവ് വരുന്ന ഭാഗത്ത്
ഈ രക്തം വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ട് പെട്ടെന്ന് കാർ ഓടിച്ചിട്ട് ഇപ്പോൾ സിറ്റിയിലേക്ക് എത്തുന്നതും നിയന്ത്രണം വിട്ട് കാറ് ഒരിടത്തേക്ക് കൊണ്ടങ്ങ് ഇടിച്ചു നിൽക്കും. എന്നിട്ട് ഷിന്നിന്റെ ബോധം പോയിട്ട് അവള് താഴെ വീഴുന്നു. അങ്ങനെ കാറിൽ മയങ്ങി കിടക്കുമ്പോൾ ഷിൻ ഒരു കാര്യം കാണുന്നുണ്ട്. ഒരു പഴയ കാര്യമാണ്. ഇതുപോലെ മാർക്ക് ഒരുപാട് പേരോട് ഫൈറ്റ് ചെയ്യുന്നതും അവിടെ ഷിൻ ഒന്നും ചെയ്യാൻ കഴിയാതെ കിടക്കുന്നതും. അത് കഴിഞ്ഞിട്ട് ഷിന്നിപ്പോ മാർക്കിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മാർക്കിന്റെ ഭാര്യ, മാർക്കിന്റെ മകൻ ഇവരെല്ലാവരും മരിച്ചു കിടക്കുന്നു. മാർക്ക് അതെല്ലാം കണ്ട് കരയുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഷിൻ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷിൻ കണ്ണു തുറക്കുമ്പോൾ ട്രിപ്പെല്ലാം ഇട്ടിട്ട് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പോലെ പെട്ടെന്ന് ആരും അടുത്തേക്ക് വരുന്നതും അവിടെ ഒരു കുപ്പി പൊട്ടിച്ചിട്ട് അത് കഴുത്തിലേക്ക് കുത്തിയിറക്കാനായിട്ട് വരുമ്പോൾ അത് വേറെ ആരുമല്ല, ഡോക്ടറായിട്ടുള്ള ഷാങ് ഉണ്ടല്ലോ, അവനായിരുന്നു. അല്ല, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നിങ്ങൾ കാർ ആക്സിഡന്റ് ആയിട്ട് കിടന്നത് എൻ്റെ ഹോസ്പിറ്റലിന് മുന്നിലാണ്. നിങ്ങളുടെ നായി ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് നിങ്ങളെ എനിക്കറിയാം. അതുമല്ല, ആംബുലൻസിനെ വിളിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ നിങ്ങളുടെ കാറിൽ ഒരുപാട് ആയുധങ്ങൾ കിടക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഇവിടേക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. കാരണം നിങ്ങൾ എന്ത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. വെളിയിൽ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ നേഴ്സ് ഇവിടേക്ക് വരും. അവർ വരുന്നതിന് മുന്നേ ഇവിടെ നിന്ന് പോകണം എന്ന് പറയുമ്പോഴത്തേക്കും ഷിന്ന ഒരു ബോട്ടിലെടുത്ത് പൊട്ടിച്ചപ്പോൾ അവളുടെ കൈ മുറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഷിന്നിന്റെ കയ്യിൽ മരുന്ന് വെക്കാനായിട്ട് ആ ഒരു ഡോക്ടർ ശ്രമിക്കുന്നതും ഇത് കാണുമ്പോഴത്തേക്കും ഷിന്നിനെ മാർക്കിന്റെ കാര്യം ഓർമ്മ വരികയാണ്. വേറെ ഒന്നുമല്ല, മാർക്കിന് ശേഷം നമ്മുടെ ഷിന്നിനെ നല്ല കെയർ ആയിട്ട് ആരും അതിനെ നോക്കിയിട്ടില്ല. ഇപ്പൊ ഈ ഡോക്ടർ അതുപോലെ തന്നെ കാണിക്കുമ്പോഴത്തേക്കാണ് മാർക്കിന്റെ ഓർമ്മ വന്നിട്ട് ഷിൻ ഇപ്പോൾ മറുപടി ഒന്നും പറയത്തില്ല. തന്റെ സാധനങ്ങളും എടുത്ത് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഷിൻ ഇപ്പോൾ എഴുന്നേറ്റിട്ട് നേരെ പോകുന്നത് ആ ഓഫീസിലേക്ക്. അങ്ങനെ റിയോ അവിടെ നിൽക്കുന്നത് റിയുവിന്റെ അടുത്തേക്ക് വന്ന്, അല്ല, ഞാൻ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആ പയ്യനെ എന്തിനാ പറഞ്ഞു വിട്ടത്? അപ്പോൾ റിയു പറയും, ഏയ് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കൊരു ബാക്കപ്പിന് വേണ്ടി പറഞ്ഞു വിട്ടതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ പ്രായം വെച്ചിട്ട് ഇതുപോലെ ഒരാളെ സപ്പോർട്ടിന് വിടുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷിൻ നേരെ റിയുവിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കത്തിയിലേക്ക് പിടിച്ചിട്ട്, നോക്ക്, ഞാൻ ആരാണ് എന്താണെന്നെല്ലാം നിനക്ക് നല്ലതുപോലെ അറിയാം. നീ ഈ ഫീൽഡിൽ വരുന്നതിന് മുന്നേ ഞാൻ കത്തി കയ്യിലെടുത്തതാണ്. ഈ ഏജൻസിയെ നല്ലതുപോലെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നീ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ലിമിറ്റിനുള്ളിൽ ഒരിക്കലും വരാൻ ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് ഷിൻ പതിയെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ നടന്ന് നടന്ന് വെളിയിലേക്ക് വരുന്ന സമയത്താണ് ബുൾഫൈറ്റ് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവൻ ഇപ്പോൾ ഷിന്നിനെ തടഞ്ഞിട്ട് ഷിന്നോട് പറയും, നിങ്ങള് നമ്മുടെ ഏജൻസിയിലെ റൂൾ എല്ലാം തകർത്തിട്ടുണ്ട്. അപ്പോൾ ഷിൻ ചോദിക്കും, അല്ല അങ്ങനെ എന്താ ഞാൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ നിങ്ങൾ റോഡിൽ ആക്സിഡന്റ് ആയിട്ട് കിടന്നപ്പോൾ ആ ഒരു വെഗ്നറി ഡോക്ടർ നിങ്ങൾ എടുത്തുകൊണ്ട് പോയില്ലേ? അതുമല്ല, നിങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യവും അയാൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരാളെ ഒരിക്കലും ജീവനോടെ വെക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? പക്ഷെ നിങ്ങളാണെങ്കിലോ അവൻ ഇന്ന് ചെയ്യാതെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഡോക്ടറിനെ കൊല്ലണം എന്ന് പറയുമ്പോഴത്തേക്കും ഷിൻ പെട്ടെന്ന് അവൻ അടുത്തേക്ക് ഇങ്ങനെ പിടിച്ചെടുത്തും നോക്കുമ്പോഴത്തേക്കാണ് ഷിന്നിന്റെ കയ്യിൽ ആ ഒരു വിഷസൂചി ഉണ്ടല്ലോ, അത് അവന്റെ വയറിനെടുത്തിരിക്കുന്നു. എന്നിട്ട് പറയും, പൊന്നുമോനെ, നീ ഈ കാര്യം വേറെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ, ആ ഡോക്ടറിനെ പറ്റിയുള്ള കാര്യം വേറെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ നിന്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നതും ഇവൻ ആദ്യം ഷിന്നിനെ കാണുന്ന സമയത്ത് ആ ഓഫീസിനകത്ത് വെച്ച് ഷിൻ ഇവന്റെ ചെവിയിൽ ആ ഒരു വിഷസൂചി വെച്ചിരുന്നല്ലോ, ആ സമയത്ത് തന്നെ ഇവനെ തൂക്കിയെടുത്ത് താഴെ അടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോഴും തന്നെ ഇവന് മനസ്സിലായി ഇവർ സാധാരണപ്പെട്ടൊരു സ്ത്രീ അല്ലാതെ. അങ്ങനെ ഷിൻ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ രാത്രിയിൽ തന്നെ ഇവരുടെ ആ ഒരു ഓഫീസിലേക്ക് കയറും, അതും ആരും അറിയാതെ. അങ്ങനെ അകത്തേക്ക് ചെന്നിട്ട് ഷിന്നിന്റെ ഫയൽ ഉണ്ടല്ലോ അതെടുത്ത് ഇവൻ നല്ലതുപോലെ പരിശോധിക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് 20 വർഷങ്ങൾക്ക് മുന്നേ ഷിൻ ഒരു വക്കീലിന്റെ വീട്ടിലേക്ക് ജോലിക്കാരിയായിട്ട് കയറി ആ ഒരു വക്കീലിനെ കൊന്നിട്ട് വന്നുള്ളൊരു കാര്യം ഈ ഫയലിലുണ്ട്. അതുമല്ല, ആ ഒരു വക്കീലിന് ഒരേ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വക്കീല് മരിച്ചതിന് ശേഷം ആ ഒരു പയ്യൻ അനാഥയായിട്ടാണ് ജീവിച്ചത് എന്നുള്ള കാര്യം അതിലുണ്ട്. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. സത്യത്തിൽ ആ ഒരു പയ്യൻ വേറെ ആരുമല്ല, ബുൾഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവൻ തന്നെയാണ്. എന്നിട്ട് അവൻ പറയും, നിന്നെയാണ് ഞാൻ ഇത്രയും കാലമായിട്ട് തേടിക്കൊണ്ടിരുന്നത് എന്ന് അവന്റെ ഉള്ളിൽ അവൻ തന്നെ സ്വയം പറഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഷിൻ ഇപ്പോൾ ആ ഒരു ഡോക്ടറെ ഫോളോ ചെയ്യാണ്. അപ്പോൾ ഡോക്ടറിന് ഒരു മകളുണ്ട്. അവളെ സ്കൂളിലാക്കിയതിന് ശേഷം ഡോക്ടർ അവിടെ നിന്ന് നേരെ പോകുന്നത് ഒരു വലിയ ഹോസ്പിറ്റലിന് മുന്നിലേക്ക്. അവിടെ നിന്നും എന്തോ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അവന്റെ ഭാര്യയ്ക്ക് ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു സർജറി ഉണ്ടായിരുന്നു. അത് ആ ഡോക്ടർമാർ നല്ലതുപോലെ ചെയ്യാത്തത് കൊണ്ട് അവന്റെ ഭാര്യ മരണപ്പെട്ടു. അതിൽ നീതി വേണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ആ ഒരു സമരം തന്നെ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉണ്ടല്ലോ, അവരാണെങ്കിലോ ഇതൊന്നും കണ്ടിട്ട് വലിയ കാര്യമാക്കാതെ കൂളായിട്ട് നടന്നിങ്ങനെ കയറി പോകുന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഷിൻ കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഷിൻ അവിടെ നിന്ന് പോകുന്നത് ഒരു പഴക്കടയിലേക്കാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടറിന്റെ മകള് അതിനകത്തിരിക്കുന്നു. അപ്പൊ ഇത് വേറെ ആരുടേതല്ല, ഡോക്ടറിന്റെ ഭാര്യയുടെ കടയായിരുന്നു. അപ്പോൾ ഡോക്ടറിന്റെ ഭാര്യയുടെ അമ്മയും അവിടെ തന്നെയുണ്ട്. അങ്ങനെ ഷിൻ അവിടേക്ക് ചെന്ന് സാധനം വാങ്ങുന്നത് പോലെ അവരോട് സംസാരിച്ച്, അല്ല ഈ കുട്ടിയുടെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, എന്റെ മകൾക്ക് സാധാരണ ഒരു വയറുവേദന എന്ന് പറഞ്ഞിട്ടാണ് ആ ഹോസ്പിറ്റലിലേക്ക് പോയത്. പക്ഷെ അവനാണെങ്കിലോ തെറ്റായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയോ ചെയ്ത് എന്റെ മകളെ കൊന്നു. എന്റെ മരുമകനാണെങ്കിൽ ഇപ്പോഴും അവളുടെ നീതിക്ക് വേണ്ടി ആ ഒരു ആശുപത്രിയുടെ മുന്നിൽ എപ്പോഴും പോകുന്നുണ്ട്
എന്നെല്ലാം പറയുന്നത് നമ്മുടെ ഷിൻ ഇതെല്ലാം കേട്ട് കുറച്ച് പഴങ്ങളും വാങ്ങി അവരവിടെ നിന്ന് പോകുന്നതും ഇവർ പോകുമ്പോൾ തന്നെ ആ ഒരു ഡോക്ടർ ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്റെ മകളെ എടുത്തിട്ട് ഷിൻ അവിടെ നിന്ന് നടന്നു പോകുന്ന കാര്യം അവൻ കണ്ട് ഇപ്പോൾ ഷിന്നെ ഫോളോ ചെയ്ത് അവൻ വരികയാണ്. ഷിന്നാണെങ്കിലോ ഇത് കാണുമ്പോൾ അവൻ കാണാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് നേരം അവൻ ചേസ് ചെയ്ത അവസാനം നമ്മുടെ ഷിന്നിനെ ആ ഒരു ഡോക്ടർ പിടിച്ചിട്ട് അല്ല മേഡം നിങ്ങൾ ഷോപ്പിൽ വന്നിട്ട് എന്താ ഒന്നും മിണ്ടാതെ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഷിന്റെ കയ്യിൽ ആ ഒരു വിഷ സൂചിയുണ്ട്. സത്യത്തില് ഷിൻ അവിടെ വന്നത് ആ ഒരു ഡോക്ടറെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഡോക്ടറിനെ കൊല്ലാനായിട്ടുള്ള ആ ഒരു മനസ്സ് ഷിന്നിനെ കൊണ്ട് കഴിയുന്നില്ല. അതുമല്ല ഡോക്ടറിനും അറിയാം ഷിൻ എങ്ങനെയുള്ള ഒരാളാണെന്ന്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പേടിച്ചാണ് സംസാരിക്കുന്നത്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, നിങ്ങളെ അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ നിങ്ങളെ സഹായിച്ചത്. അതുകൊണ്ട് ഇനി മുതൽ എന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വരരുത്, എന്റെ ഷോപ്പിലേക്ക് ഒന്നും വരരുതെന്ന് പറയുമ്പോൾ ഷിൻ പറയും ഇല്ല, ഞാൻ അറിയാതെയാണ് ഇപ്പോൾ ഷോപ്പിലേക്ക് വന്നത്, ഇനി മുതൽ നിന്റെ പിറകിൽ ഞാൻ ഉണ്ടാകത്തില്ല, അതുകൊണ്ട് നോക്കി കണ്ട് പോകുന്നു പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. പക്ഷെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം. ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് ബുൾ ഫൈറ്റ് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവൻ കാണുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് അവൻ എന്തോ ഒരു ദേഷ്യത്തോടെ അവിടെ നിന്ന് നടന്നു പോയിട്ട് റിയു എന്ന് പറഞ്ഞ ഒരു മാനേജറിനെ കാണും. എന്നിട്ട് റിയുവിനോട് ചോദിക്കും, അല്ല ഷിൻ എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് 10-60 വയസ്സായില്ലേ, ഇപ്പോഴും അവരെന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് റിയു പറയുന്നത്, നിനക്കറിയോ അവരില്ലാതെ ഈ ഒരു ഏജൻസി ഉണ്ടാവത്തില്ല. ഇതിനു മുന്നേ ഈ ഏജൻസി നടത്തിയത് മാർക്ക് എന്ന് പറഞ്ഞ ഒരുത്തനായിരുന്നു. അവന്റെ ഭാര്യനെയും കുട്ടിയെയും ആരൊക്കെ കൊന്നു, അതാരാണെന്ന് കണ്ടുപിടിച്ച് അവരുടെ സ്ഥലത്തേക്ക് ചെന്ന് അത് ഒറ്റയ്ക്ക് ഒരു 7-8 പേരെ അവിടെ വെച്ച് തന്നെ കൊല്ലുമായിരുന്നു. അതിലും കൂടുതൽ ആളുകൾ പിന്നെ ഉള്ളതുകൊണ്ട് തന്നെ മാർക്കിനെ ഒരിക്കലും ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അവസാനം അവരെല്ലാവരും മാർക്കിനെ അവിടെ വെച്ച് കൊല്ലുമായിരുന്നു. അങ്ങനെ മാർക്ക് ഈ സ്ഥലത്തേക്കാണ് പോയെന്ന് മനസ്സിലാക്കിയ ഷിൻ അവിടേക്ക് ചെല്ലുമ്പോൾ മാർക്കിന്റെ ശരീരം കാണുന്നതും മാർക്കിനെ കൊന്ന ആ ദേഷ്യത്തില് അവിടെ ബാക്കിയുണ്ടായിരുന്നത് ഒരു 10-20 പേര്. അത്രയും പേരെയും ഒറ്റയ്ക്ക് നിന്ന് ആ 20 പേരെ കൊന്നിട്ടാണ് ഷിൻ അവിടെ നിന്നും തിരിച്ചു വന്നത്. അറിയോ, അത് കഴിഞ്ഞ് മാർക്കിന്റെ ശരീരം അവിടെ നിന്ന് തിരിച്ചും കൊണ്ടുവന്നു. ഇതുപോലൊരു സ്റ്റോറിയുള്ള സ്ത്രീയാണ് ഷിൻ. പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള അസൈൻമെന്റുകളെല്ലാം കിട്ടുന്നത്. അതുകൊണ്ട് ഷിന്നിന് ഒരിക്കലും ഇതിൽ നിന്ന് പറഞ്ഞുവിടാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. ബുൾ ഫൈറ്റിന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ഷിൻ തന്നെ നായ്ക്കുട്ടിയായിട്ട് നടക്കാനായിട്ട് പോകുന്നതും പാർക്കിനടുത്ത് വെച്ച് ഈ ഡോക്ടറെയും അതേപോലെ അയാളുടെ മകളെയും കാണുന്നു. അപ്പോൾ പബ്ലിക്കായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഷിൻ സാധാരണ രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഷിൻ ചോദിക്കും, അല്ല നിന്റെ ഭാര്യ മരിച്ചതിലെ ആ ഒരു ആശുപത്രിക്കെതിരെയും അവിടുത്തെ മാനേജ്മെന്റിനെതിരെയും നീ കേസൊന്നും കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീതി ന്യായമല്ല ഇപ്പൊ ആര് നോക്കുന്നു, ഒരുപാട് കേസ് കൊടുത്തു, പക്ഷെ കൂടുതൽ പണം കൊടുത്ത് അതെല്ലാം ഒന്നും അല്ലാതാക്കി അവര്. അതുകൊണ്ട് റോഡിൽ വന്ന് ഇപ്പോൾ ഈ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ദൂരെ നിന്ന് ബുൾ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവനും കാണുന്നുണ്ട്, അതൊരു ബൈനോക്കുലർ വെച്ചിട്ട്. അതേസമയം അന്ന് രാത്രിയാവുന്നതും ഇപ്പോൾ ബുൾ ഫൈറ്റ് ഉണ്ടല്ലോ, അവൻ ഒരു ഷൂലേസ് എടുത്ത് വെച്ച് ഈ ഡോക്ടറെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിനകത്തേക്ക് കയറി പോകുന്നു. എന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് ബാ നമുക്ക് വെളിയിൽ പോയിട്ടൊന്ന് സംസാരിക്കാം, എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഈ ഡോക്ടറിന് ഇവനെ കണ്ടിട്ട് തന്നെ ചെറിയ പേടിയുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആശുപത്രിക്കകത്തേക്ക് ഒരു ലേഡി ഒരു നായ്ക്കുട്ടിനെ കൊണ്ടുവരുന്നത്. ഡോക്ടർ ആ ഒരു നായ്ക്കുട്ടിയുടെ അടുത്തേക്ക് ഓടി പോകുമ്പോൾ ബുൾ ഫൈറ്റ് ഓക്കെ നിന്നെ ഞാൻ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ഷിൻ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ആ ഡോക്ടറിന്റെ പഴക്കട ഉണ്ടല്ലോ അതുവഴിയെ നടന്നു പോകുന്നതും പെട്ടെന്ന് അവിടെ ബുൾ ഫൈറ്റ് നിൽക്കുന്നതായിട്ട് കാണും. അതുപോലെ അവനാണെങ്കിലോ ഡോക്ടറിന്റെ മകളോട് കുറെ കാര്യം സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കണ്ട ഷിന്നാണെങ്കിൽ ഇവൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നും പറഞ്ഞ് ബുൾ ഫൈറ്റ് ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നതും നമ്മുടെ ഷിൻ ഇപ്പോൾ അവനെ തടയാണ്. ആ ഡോക്ടറിന്റെ അടുത്തേക്ക് പോരുതെന്ന് നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇനി നീ അവിടേക്ക് പോവാണെങ്കിൽ അത് നിനക്ക് വലിയ പ്രശ്നമായിരിക്കും എന്ന് പറയുന്നതും ബുൾ ഫൈറ്റ് പെട്ടെന്ന് അല്ല അവരോട് മാത്രം എന്താ നിങ്ങൾക്ക് ഇത്ര കരുതലേ, ഇനി അവനെ നിങ്ങൾ പ്രേമിക്കണോ? ഹേയ് അതിനെന്തായാലും ഒരു ചാൻസ് ഉണ്ടാകത്തില്ല, കാരണം നിങ്ങളുടെ മകന്റെ പ്രായമുണ്ട്. അതുമല്ല ഏജൻസിയുടെ ആ ഒരു റൂൾ അനുസരിച്ചാണ് ഞാൻ ഈ കാര്യം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനിടയിലേക്ക് കയറി വരാതെ, വയസ്സായില്ലേ മാഡം, റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കേണ്ട സമയമാണിത്, ഏജൻസി എന്താണോ പറയുന്നത് അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് എന്നെ ശല്യം ചെയ്യരുത് എന്നും പറഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ആ ദേഷ്യത്തോടെ തന്നെ നമ്മുടെ ഷിൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് മാർക്കിന്റെ ഓർമ്മ വരുന്നു. മാർക്കിന്റെ ഭാര്യയും കുട്ടിയും മരിച്ചതിന് ശേഷം മാർക്ക് ഷിന്നിനോട് കാര്യം പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ചെയ്യുന്ന ഈ ഒരു ജോലിയിൽ ഒരു കുടുംബം ഒരിക്കലും ഒത്തുവരുന്നൊരു കാര്യമല്ല, അതുകൊണ്ട് നീ ആരെയും പ്രണയിച്ച് കല്യാണം കഴിക്കരുത്. ഒരുപക്ഷെ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏജൻസി ഒരിക്കലും നീ അടയ്ക്കരുത്, തുറന്നു വെച്ച് സഹായം ചോദിച്ചു വരുന്നവരെ കൈവിടാതെ അവർക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റണം, ബാധിക്കപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വിഷ സൂചി ഉണ്ടല്ലോ അത് ഷിന്നിന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഷിൻ ഇപ്പോൾ ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഈ ആശുപത്രിക്ക് വെളിയിലൂടെ ഷിൻ നടന്നു പോവാണ്. അവരുടെ കയ്യിൽ ഒരു കവറുണ്ട്, അത് കൊണ്ടുവന്ന് അടുത്തുള്ള ഒരു വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടിട്ട് നടന്നങ്ങനെ പോകുന്നതും പെട്ടെന്ന് ആ ഒരു വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നു. വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിൽ.
അപ്പൊ ഇത് കണ്ട എല്ലാവരുടെ ശ്രദ്ധ അവിടേക്ക് തിരിയുന്നതും നമ്മുടെ ഡോക്ടറും അവിടേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്താണ് ഷിൻ അവിടെയുള്ള ആ ഒരു മാനേജർ ഉണ്ടല്ലോ, അവര് നടന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ വന്നിങ്ങനെ തട്ടിയിട്ട് പോകുന്നതും അവർ കുറച്ച് കഴിയുമ്പോൾ തന്നെ മയങ്ങി താഴേക്ക് വീഴുന്നു. അവരവിടെ വെച്ച് തന്നെ മരിച്ചു. എന്താന്ന് വെച്ചാൽ ഷിൻ ആ ഒരു സൂചി വെച്ച് അവരെ കുത്തി. അങ്ങനെ ഷിൻ കുറച്ച് ദൂരെ നിൽക്കുമ്പോൾ ഡോക്ടർ ഇത് കണ്ടിട്ട് മനസ്സിലായി അത് ഷിന്നാണെന്ന്. അങ്ങനെ അന്ന് വൈകുന്നേരം ആവുന്നതും ആ ഡോക്ടർ കുറച്ച് ബിയറും വാങ്ങി ഷിന്നിന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കാണ്. അപ്പൊ ഇതേ കാര്യം ബുൾഫൈറ്റ് ഉണ്ടല്ലോ, അവൻ അവിടെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. അപ്പൊ അവൻ എപ്പോഴും നമ്മുടെ ഷിന്നിനെ ഫോളോ ചെയ്യാണെന്ന് തോന്നുന്നു. അതുമല്ല അവന് നല്ല ദേഷ്യവും വരുന്നുണ്ട്, അതേപോലെ തന്നെ അവൻ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 2-3 ദിവസങ്ങൾക്ക് ശേഷം മാനേജർ റിയോ ഉണ്ടല്ലോ, അവൻ വന്ന് ഷിന്നിനെ കണ്ടിട്ട് ആ ഡോക്ടർ ഷാങ് ഉണ്ടല്ലോ അവനെ കൊല്ലാൻ വേണ്ടി ഒരു അസൈൻമെന്റ് വന്നിട്ടുണ്ട്. ക്ലയന്റ് പണം തന്നു, അതുകൊണ്ട് എന്തായാലും അയാളെ കൊന്നേ മതിയാവും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷിന്നിന് അത് മനസ്സിലാവുന്നില്ല. ഷിൻ ചോദിക്കും, അയാളൊരു പാവ വെറ്റിനറി ഡോക്ടർ അല്ലേ, ആർക്കൊരു ഉപദ്രവം ചെയ്യാത്തവൻ, അയാളെ കൊല്ലാനായിട്ട് ആരാ പണം തന്നെ ചോദിക്കുമ്പോൾ റിയോ പറയും, ക്ലയന്റ് എന്തായാലും പണം തന്നു, നിങ്ങൾ ആ ഒരു ജോലി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും അത് കൊടുക്കാന്ന് പറയുമ്പോൾ ഷിന്നിന് ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവരൊന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും വില്ലേന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളിപ്പോ ഓഫീസിൽ നിന്നും വെളിയിലേക്ക് പോകുന്ന സമയത്ത് ഷിൻ ഇപ്പോൾ അവളുടെ പിറകെ വന്ന് അവളെ പിടിച്ച് അവളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ആ ഡോക്ടർ ഷാങ് അവനെ കൊല്ലാൻ വേണ്ടി ഒരു ക്ലയന്റ് ഇവിടേക്ക് വന്നല്ലോ, അതാരാണെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും അയാളൊരു ഹോസ്പിറ്റലിനെതിരെ പോരാടിക്കൊണ്ടിരുന്നല്ലോ, അവിടുത്തെ മാനേജറാണെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ചെയ്തു. അതിന് കാരണം ആ ഒരു ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ട് ആ ഓണറിന്റെ മകനാണ് ഇതുപോലൊരു അസൈൻമെന്റ് ഇവിടെ കൊണ്ടുവന്ന് തന്നത്. അവൻ നല്ല രീതിയിൽ പണവും തന്നു, അതുകൊണ്ടാണ് റിയോ ഒരു കേസ് എടുത്തതെന്ന് പറയുന്നതും. ഷിൻ ഇത് കേട്ടിട്ട് അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ അവള് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിരുന്നു, അവൻ അത്രയും പണക്കാരനായിട്ടുള്ള ഒരു വീട്ടിലെ പയ്യനല്ല. കാരണം അവന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിന് പോലും അത്രയും വിലയില്ലാത്തതാണ്, അതും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത്. അവൻ ആരാണെന്നുള്ള കാര്യം എനിക്കറിയാം, ദേ ഇതാന്ന് പറഞ്ഞ ആ ഒരു ഡീറ്റെയിൽസ് ഷിന്നിന്റെ കയ്യിൽ കൊടുക്കുന്നതും ഷിൻ അവിടെ നിന്ന് നേരെ പോകുന്നത് ആ ഒരുത്തനെ കാണാൻ വേണ്ടി. അങ്ങനെ അവനെ പിടിച്ച് അവന്റെ മൂക്കിലേക്ക് കത്തി വെച്ചിട്ട്, നീ എന്തിനാ ഡോക്ടർ ഷാങ്ങിനെ കൊല്ലാൻ വേണ്ടി റിയോന് പണം കൊടുത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, ഇല്ല മേഡം, ഞാനല്ല അത് ചെയ്തത്, എന്നോട് ഒരുത്തൻ അത് ചെയ്യാനായിട്ട് പറഞ്ഞതാണ്, അവന്റെ നമ്പർ എന്റെ ഫോണിലുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കാൻ പറയുന്നതും ഷിൻ ഇപ്പോ ആ ഒരു നമ്പറിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും അത് വേറെ ആരുമല്ല, ബുൾഫൈറ്റ് ഉണ്ടല്ലോ അവനാണ്. അവനിപ്പോ ഷിന്നിനോട് പറയും, വിചാരിച്ചു നീ ഇത്ര ഈസി ആയിട്ട് ഈ കാര്യം കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. അവന്റെ അപ്പാർട്ട്മെന്റിന്റെ വെളിയിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്, അവനെ കൊന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തതും ഇത് കേട്ട ഷിൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഡോക്ടറിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അവിടേക്ക് കാർ ഓടിച്ചുകൊണ്ട് പോവാണ്. അതേസമയം ആ ഒരു അപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ഷാങ്ങിനെ കാണിക്കുമ്പോഴത്തേക്കും അവനിപ്പോ ആ ഒരു അപ്പാർട്ട്മെന്റിലെ ലിഫ്റ്റ് വഴി മുകളിലേക്ക് കയറി പോകുന്നു. അതേസമയം തന്നെ പെട്ടെന്ന് വന്ന നമ്മുടെ ഷിൻ ആണെങ്കിലോ ഈ അപ്പാർട്ട്മെന്റിന്റെ മുകളിലേക്ക് ഓടി കയറുന്നുണ്ട്. അതേസമയം ആ ലിഫ്റ്റിനുള്ളിൽ കാണിക്കുമ്പോഴത്തേക്കും ഡോക്ടർ ഷാങ്ങിന്റെ പുറകില് ഹെൽമെറ്റ് ഇട്ട് ഒരുത്തൻ നിൽക്കുന്നു. അങ്ങനെ ആ ലിഫ്റ്റ് തുറന്നു, ഡോക്ടർ ഷാങ് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പൊ നമ്മുടെ ഷിന്നാണെങ്കിലോ ഇത്രയും പ്രായമായിട്ടും അവർക്കൊണ്ട് നല്ലതുപോലെ ഓടാൻ പോലും കഴിയുന്നില്ല. എന്നിരുന്നാലും ആ സ്റ്റെപ്പ് എല്ലാം ഓടി കയറി അവസാനം ക്ഷീണിച്ചു നിന്ന് എങ്ങനെയെങ്കിലും ഡോക്ടറിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് ഓടി വരുന്നതും ഹെൽമെറ്റ് ഇട്ടവൻ ഡോക്ടറിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുന്നു. ഓടി വന്നിട്ട് ഷിൻ ആ ഡോറിൽ ഇങ്ങനെ തട്ടുന്നതും റൂമിനകത്ത് നിന്ന് ഡോക്ടർ വെളിയിൽ വരുന്നുണ്ട്. ഡോക്ടറിനൊന്നും സംഭവിച്ചില്ല. അപ്പൊ ഈ ഹെൽമെറ്റ് ഇട്ടത് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അതൊരു ഡെലിവറി ബോയ് ആയിരുന്നു. അല്ല, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഷിൻ ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ ഡോക്ടർ പറയും, പ്ലീസ് മേഡം, നിങ്ങൾ ഒരിക്കലും ഇവിടേക്ക് വരരുത്, ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും ഷിൻ ഇപ്പൊ അവിടെ നിന്ന് പോകാനായിട്ട് തിരിയുന്നതും അവിടെ ബുൾഫൈറ്റ് നിൽക്കുന്നു. എന്നിട്ടാണ് അവൻ നമ്മുടെ ഷിന്നിനെ നോക്കി, നമുക്ക് ഒറ്റയ്ക്കിരുന്നൊന്ന് സംസാരിച്ചാലോ എന്നും പറഞ്ഞ് നമ്മുടെ ഷിനിനെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിരിക്കാണ്. ഷിനിനാണെങ്കിലോ നല്ല ദേഷ്യം ഉണ്ടായിരുന്നിരുന്നാലും അവൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി അപ്പോഴാണ് ബുൾഫൈറ്റ് പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു തൊഴിലിലേക്ക് വരാൻ കാരണമെന്നറിയോ, നിങ്ങൾ കാരണമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതുമല്ല, നിങ്ങൾ എന്നെ ആ രീതിയിൽ നല്ലതുപോലെയാണ് കുട്ടിക്കാലത്ത് വളർത്തിയത്. പക്ഷെ ഇപ്പോൾ ഞാൻ ആരാണെന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവത്തില്ല എന്ന് പറയുന്നത്. പെട്ടെന്ന് അവിടേക്ക് കുറച്ച് സ്റ്റുഡൻസ് കുറെ പൂക്കളുമായിട്ട് അകത്തേക്ക് കയറി വരുന്നു. ഇത് കാണുമ്പോൾ അവൻ പെട്ടെന്ന് അവന്റെ മൂക്ക് മൂടിയിട്ട് ശരി നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ ഈ കാര്യം കാണുന്നത് നമ്മുടെ ഷിൻ എന്താ ചെയ്യുന്ന വെച്ചാല് പെട്ടെന്ന് തന്നെ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് പഴയ ഫയലുകളെല്ലാം എടുത്ത് നോക്കാണ്. അതില് ബുൾഫൈറ്റിന്റെ അച്ഛനെ കൊന്ന ആ ഒരു കേസുണ്ടല്ലോ, ആ ഫയൽ എടുത്ത് ഇങ്ങനെ നോക്കുന്നതും അവരുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഷിൻ ഒരു ജോലിക്കാരിയായിട്ടാണ് ആദ്യം പോകുന്നത്. അതുപോലെ ബുൾഫൈറ്റിന് കുട്ടിക്കാലം മുതൽ തന്നെ ഈ ഒരു പൂക്കളിൽ നിന്നും വരുന്ന മണം, അതിന്റെ പൂമ്പൊടി, ഇത് കാരണം നല്ല അലർജി ഉണ്ടാവും. അതിന് എല്ലാ ദിവസവും മരുന്ന് കൊടുക്കുന്നത് നമ്മുടെ ഷിൻ ആയിരുന്നു. അതേപോലെ തന്നെ ഒരു ദിവസം ബുൾഫൈറ്റിന് ഇതുപോലെ മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് അന്നത്തെ ദിവസം തന്നെ അവന്റെ അച്ഛൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയാളുടെ പിറകെ വന്ന് ഒരു ചുറ്റിയിലെടുത്ത് തലയിലേക്ക് അടിച്ച് അയാളെ അവിടെ വെച്ച് കൊല്ലുമായിരുന്നു. അതുപോലെ അവന്റെ അച്ഛനെ കൊല്ലുന്ന കാര്യം ബുൾഫൈറ്റ് കുട്ടിക്കാലത്ത് തന്നെ കാണുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഷിന്നിന് മനസ്സിലാവുന്നത്, ഓ ആ പയ്യനാണല്ലേ നീ, പ്രതികാരം ചെയ്യാനായിട്ടാണ് അപ്പോൾ നീ എന്റെ പിറകെ വരുന്നത്.
അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഇവരുടെ ഓഫീസിലേക്ക് പോയിട്ട് ഇവരുടെ ഓഫീസിന് വെളിയിൽ എപ്പോഴും ഒരു സ്ത്രീ വന്നിരുന്ന് കരയോലോ. ആ സ്ത്രീയുടെ കേസ് എടുത്ത് അവരുടെ മകളെ കൊന്ന ആ ഒരു മാനേജറിനെ ഞാൻ കൊല്ലാൻ പോവാണ്, എനിക്ക് ബാക്കപ്പ് ആയിട്ട് ബുൾ ഫൈറ്റിനെ എന്നോടൊപ്പം അയക്കണമെന്ന് പറയുന്നതും റിയോ പറയും, അല്ല ഈ കേസ് തന്നെ നിങ്ങൾ എടുക്കുന്നേ, അത് നീ അറിയണ്ട. ഓക്കെ അത് ശരി, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഇപ്പോൾ ബാക്കപ്പിന് വേണ്ടി ആളെ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ആവശ്യമായിട്ട് വന്നു, അതുകൊണ്ട് എന്തായാലും നീ പറയുന്നത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് ഷിൻ നേരെ ആ ഒരു മാനേജർ ഉണ്ടല്ലോ അയാളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അവിടെ ചെന്നുടനെ അവനെ നല്ലതുപോലെ അടിക്കും. പക്ഷെ അവനും വെറുതെ അല്ല, അവനും തിരിച്ച് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും മാറി മാറി ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ മാനേജറിന്റെ ആളുകളുണ്ടല്ലോ അവരൊരുപാട് പേര് ഇതിനകത്തേക്ക് കയറി വന്ന് നമ്മുടെ ഷിന്നിനെ നല്ലതുപോലെ തന്നെ അടിക്കുന്നു. അതുകൊണ്ട് ഷിന്നിന് അത്രയും പേരോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവരോടൊപ്പം മാക്സിമം പിടിച്ചു നിന്ന അവസാനം ഷിൻ റിയോനെ വിളിച്ചിട്ട്, ഏയ് ബാക്കപ്പിന് വേണ്ടി ഞാൻ അവനെ വിളിച്ചിരുന്നല്ലോ, അവനെ നീ പറഞ്ഞു വിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. അതേസമയം ബുൾ ഫൈറ്റിനെ കാണിക്കുമ്പോൾ അവൻ എവിടെയാണെന്ന് വെച്ചാൽ ആ ഡോക്ടറിന്റെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അതിനെതിരായിട്ട് മറ്റൊരു കോഫി ഷോപ്പ് ഉണ്ട്, അതിനകത്തിരിക്കുകയാണ്. ഇവിടെ റിയോ ഇപ്പോൾ ഷിന്നോട് മറുപടി പറയുന്നത് എന്താണെന്നറിയോ, ബുൾ ഫൈറ്റിനെ ഒന്നും അവിടേക്ക് അയക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പണം ചോദിക്കും. എൻ്റെ കയ്യിൽ അത്ര പണമൊന്നുമില്ല, ഇത് നിന്റെ തീരുമാനമല്ലായിരുന്നു ഒറ്റയ്ക്ക് പോകണമെന്ന്, അതുകൊണ്ട് നീ തന്നെ എന്തുവാണെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതും ഇതെല്ലാം വില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു റിസപ്ഷൻ പെണ്ണുണ്ടല്ലോ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് കൂടിയാവുന്നത് നമ്മുടെ ഷിന്നിനെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവൻ എന്തായാലും തന്നെ കൊല്ലാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഷിൻ ഈ ആളുകളോടൊപ്പം മാക്സിമം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അവസാനം അധിക നേരം അവളെ കൊണ്ട് പിടിച്ചെടുക്കാനായിട്ട് കഴിയുന്നില്ല. അവസാനം ഇവരെല്ലാവരും ഷിന്നിനെ അടിച്ച് താഴേക്കിട്ട് ഇപ്പൊ അവളെ ഒരു കുഴിയിലേക്കിട്ട് മൂടാൻ പോവാണ്. അതുമല്ല ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന മാനേജർ ഉണ്ടല്ലോ അവനിപ്പോ റിയോ എന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നു, അതും വീഡിയോ കോള്. എന്നിട്ട് പറയും, എടാ നീയല്ലേ പറഞ്ഞേ എന്നെ കൊല്ലാനായിട്ട് ആരെയും പറഞ്ഞു വിടത്തില്ല എന്ന്, എന്നിട്ട് ഇപ്പൊ ഈ സ്ത്രീയെ പറഞ്ഞു വിട്ടേക്കുന്നു, അല്ല ഇവളെ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ റിയോ പെട്ടെന്ന് പറയും, അവളെ എനിക്ക് ഇത്തിരി ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ അവളെ കൊന്നേക്ക് എന്ന് പറയുന്നതും ഇത് ആ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ അവൾ കേട്ടിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ബുൾ ഫൈറ്റിനെ വിളിച്ചിട്ട് ഇതുപോലെ ഷിന്നിന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് തന്നെ വിളിച്ചു പറയുന്നതും ഇത് കേട്ട ബുൾ ഫൈറ്റ് ഉടനെ തന്നെ ആ സ്ഥലത്തേക്ക് പോവാണ് നമ്മുടെ ഷിന്നിനെ രക്ഷിക്കാൻ വേണ്ടി. അതേസമയം അവന്മാരാണെങ്കിലോ ഷിന്നിനെ ആ ഒരു കുഴിയിലിട്ട് മണ്ണിട്ട് മൂടുകയും ചെയ്യുന്നു. അങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്ന ബുൾ ഫൈറ്റ് ഉണ്ടല്ലോ അവ പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് ഇടിച്ചങ്ങ് കയറിയിട്ട് വന്നിറങ്ങിയതും അവൻ്റെ ഇടി എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ഒരുത്തനെ പോലും വെറുതെ വിടത്തില്ല, എല്ലാത്തിനെയും ഇടിച്ച് അവസാനം ഒരെണ്ണത്തിന് പോലും എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. അത് കഴിഞ്ഞ് നമ്മുടെ ഷിന്നിനെ കുഴിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് വന്നിട്ട് അവളെ ആ ഒരു കുഴിയിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ഷിന്നിനെയും ആ ഒരു ബൈക്കിൽ കൂട്ടി ഷിന്നിനെയും കൂട്ടി നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലിറങ്ങി വിടുമ്പോഴത്തേക്കാണ് ഷിൻ പറയുന്നത്, നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, എന്തായാലും അകത്തേക്ക് വാ, എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ബുൾ ഫൈറ്റിന് അവർ കഴിക്കാനായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബുൾ ഫൈറ്റിനോട് പറയും, നിന്നെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മറന്നത് എന്തുകൊണ്ടാണെന്നറിയോ, അതിനെല്ലാം കാരണം മാർക്കാണ്. ഒന്നുമില്ലാതിരുന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും തന്നത് അത് മാർക്കായിരുന്നു. അവനൊരു ഭാര്യയും കുട്ടിയുണ്ട്, എന്നിരുന്നാലും ഞാൻ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ മാർക്കിന്റെ ഭാര്യയും മകനും മരിച്ചതിന് ശേഷം അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. ഇത് മനസ്സിലാക്കിയ മാർക്ക് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, ഈ ജോലിയിലുള്ളപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും വെക്കാനായിട്ട് പാടില്ല, അതുകൊണ്ട് ആരുടെ മേളിലും നീ അഫക്ഷൻ വെക്കരുത്, ഇത് ഈ ജോലിക്ക് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാർക്ക് മരിച്ചതിന് ശേഷമാണ് ഞാൻ നിന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി വീടിനകത്തേക്ക് വരുന്നത്. അവിടെ വരുമ്പോൾ അമ്മയില്ലാതെ നീ ഒറ്റയ്ക്ക് വളരുന്നത് എനിക്ക് വളരെ വിഷമുണ്ടാക്കിയൊരു കാര്യമാണ്. ആ സമയത്ത് ഒരു സാധാരണ സ്ത്രീയായിട്ട് നിന്നെ ഞാൻ നല്ലതുപോലെ നോക്കണമായിരുന്നു, പക്ഷെ ഒരിക്കലും ഞാനത് ചെയ്തിരുന്നില്ല. നിന്റെ അച്ഛനെ കൊന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോവായിരുന്നു, അത് നീ കണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് ആ ഒരു പ്രതികാരം ചെയ്യാനായിട്ടാണ് നീ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നെനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് ഇതിനൊരു അവസാനം വേണം, അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിനക്കിപ്പോൾ ആഹാരം തന്നത്, ഇതായിരിക്കും നീ കഴിക്കുന്ന അവസാനത്തെ ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ബുൾ ഫൈറ്റിനൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് അവന് മയക്കം വരുന്നത് പോലെ അവൻ മയങ്ങി താഴെ വീഴുന്നതും അവനെ തൂക്കിയെടുത്ത് വണ്ടിയിലേക്ക് കിടത്തി ഷിൻ അവനെയും കൊണ്ട് വലിയൊരു മലയുടെ മുകളിലേക്ക് പോവാണ്. എന്നിട്ട് താഴെയുള്ള ആ ഒരു വെള്ളത്തിലേക്ക് ഈ കാർ ഉൾപ്പെടെ മറിച്ചങ്ങിടുന്നതും ബുൾ ഫൈറ്റ് അവിടെ വെച്ച് എന്തായാലും മരിക്കുന്നു. അത് കഴിഞ്ഞ് ഷിൻ നേരെ പോകുന്നത് റിയുവിന്റെ അടുത്തേക്ക്. അവിടെ ചെന്ന ഉടനെ തന്നെ അവന്റെ തല പിടിച്ച് ടേബിളിലേക്ക് ഒരു ഒറ്റയിടി, എന്നിട്ട് പറയും, ഞാൻ ഇതെല്ലാം നിർത്താൻ പോവാണ്, ഇനി എന്റെ പിറകെ ആര് വരരുത്, വന്നു കഴിഞ്ഞാലേ പിന്നീട് നീ ഒരിക്കലും ജീവനോടെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതും അവിടെ വെളിയിൽ വില്ലെന്ന് പറഞ്ഞ ഒരു പെണ്ണ് നിൽപ്പുണ്ടായിരുന്നു. അവളോട് പറയും, ഈ സ്ഥലം കത്തിച്ചിട്ട് നീ വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്, അതായിരിക്കും നിനക്ക് നല്ലതെന്നും പറഞ്ഞ് ഷിൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് 2-3 ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ നമ്മുടെ ഡോക്ടറിനെ കാണിക്കുമ്പോഴത്തേക്കും ഡോക്ടറിന്റെ മകളുടെ സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ സ്റ്റേജിൽ തന്റെ മകള് നല്ലതുപോലെ ഡാൻസ് എല്ലാം കളിച്ച് ഇപ്പോൾ മകളെ കാണാൻ വേണ്ടി സ്റ്റേജിന്റെ പിറകിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഡോക്ടറിന്റെ മകളെ കാണാനില്ല. എന്താണെന്ന് മനസ്സിലാവാതെ ഷാങ്ക് അവിടെ നിൽക്കുന്നതും അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അത് കാണുമ്പോൾ ഷാങ്ക് പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ട്. അതേസമയം അവിടേക്ക് നമ്മുടെ ഷിൻ വരുന്നതും
ഡോക്ടർ പെട്ടെന്ന് ഷിന്നെ കണ്ടിട്ട് എന്റെ മകളെവിടെ, എന്റെ മകളെ നീ എന്താ ചെയ്തേ, എനിക്കെന്തിനാ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഷിൻ പറയുന്നത്, ഏയ് നിന്റെ മകൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പോഴാണ് ഇവിടേക്ക് വന്നത്, പിന്നെ നിനക്ക് ഞാൻ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല, എന്തി ആ ഒരു മെസ്സേജ് എന്തെന്ന് ചോദിച്ച് അത് കാണുമ്പോഴത്തേക്കും ഇവിടെയാണൊരു ടെസ്റ്റ്. ബുൾഫൈറ്റ് ഉണ്ടല്ലോ, അവൻ ആ വെള്ളത്തിൽ വീണിട്ട് മരിച്ചില്ല, അവൻ ജീവനോടെ തിരിച്ചു വന്നു. എന്നിട്ട് അവനിപ്പോൾ അയച്ചേക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം കാരണം ഡോക്ടർ ഷാങ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഒരു അവസാനം വേണം, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഡോക്ടറിന്റെ ഫോണിലേക്ക് ഞാൻ ഈ മെസ്സേജ് അയച്ചതും അയാളുടെ മകളെ ഞാൻ തട്ടിക്കൊണ്ടുപോയതും. ആ പെൺകുട്ടിയെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറയുന്നതും ഷിൻ പറയും, ഡോക്ടർ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട, നിങ്ങളുടെ മകളെ ജീവനോടെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്നും പറഞ്ഞ് ഷിൻ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് അവളുടെ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാണ് ഈ ജോൺ വിക്കിൽ അവൻ ചെയ്യുന്നത് പോലെ. അങ്ങനെ ആയുധങ്ങളെല്ലാം നല്ലതുപോലെ എടുത്തു വെച്ച് ഇപ്പോൾ തന്റെ വീട്ടിലെ നായരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ പോവാണ്, തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ ജനാല തുറന്നു വെച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോണം എന്ന് പറയുമ്പോഴത്തേക്കും ആ നായ അനങ്ങുന്നില്ല. എന്താന്ന് വെച്ചാൽ ആ നായയും മരിച്ചു, കാരണം അത്രയും പ്രായമുള്ളൊരു നായായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഷിന്നിന് സ്വന്തം എന്ന് പറയാൻ വേറെ ആരുമില്ല, ആ നായ മാത്രമേ ഉള്ളായിരുന്നു, അത് മരിച്ചു. അതുകൊണ്ട് അവൾ കാറും എടുത്ത് ബുൾഫൈറ്റ് പറഞ്ഞ ആ ബിൽഡിങ്ങിലേക്ക് ചെല്ലുന്നു. അവിടേക്ക് പോകുമ്പോഴത്തേക്കും സ്നൈപ്പർമാരും വേറെ തോക്കുകൾ വെച്ചിട്ട് ഒരുപാട് പേരെ ആ ഒരു ബിൽഡിങ്ങിൽ അവൻ നിർത്തിയിട്ടുണ്ട്. ഷിൻ അവിടേക്ക് വരുമ്പോൾ തന്നെ അവളുടെ കാറിലേക്ക് ഷൂട്ടെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ അവരാരും കാണുന്നത് ഷിൻ എന്താ ചെയ്യുന്നറിയോ, ഈ ബിൽഡിങ്ങിന്റെ പിറകിലൂടെ അവരാരും അറിയാതെ മുകളിലേക്ക് വലിഞ്ഞു കയറും. എന്നിട്ട് അതിനകത്തുള്ള ഒരാളെയും വെറുതെ വിടത്തില്ല, തന്റെ കയ്യിലുള്ള തോക്ക് വെച്ച് വേറെ ലെവലിലാണ് എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. എന്താന്ന് വെച്ചാൽ അവിടെയുള്ള ഒരാൾക്കും ഷിനിന്റെ അടുത്ത് പോലും വരാൻ കഴിയുന്നില്ല, ആ രീതിയിലാണ് എല്ലാവരെയും കൊല്ലുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ബുൾഫൈറ്റ് അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കൊന്നിട്ട് അവസാനം ബുൾഫൈറ്റ് ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൻ അവിടെ ആ പെൺകുട്ടിയെ വെച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഷിന്നാണെങ്കിലോ തോക്കുകൊണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവനോടൊപ്പം തന്നെ ആ ഒരു മാനേജർ റിയോ ഉണ്ട്, രണ്ടുപേരും തോക്കും വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബുൾഫൈറ്റ് പറയും ഞാൻ ദയ വരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ ഡോക്ടറിന്റെ മകളെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് അവളെ ഉരുട്ടിയാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഷിന്നിന്റെ അടുത്തേക്ക് ഇങ്ങനെ എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നതും ഷിന്നിപ്പോൾ ആ ഒരു കുട്ടിയെ പിടിച്ച് താഴെ കരുത്തി ഇവരോട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ മാനേജർ ഉണ്ടല്ലോ അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവും. അവസാനം ഷിൻ അവിടെ ഇരിക്കുമ്പോൾ ബുൾഫൈറ്റ് ആ പെൺകുട്ടിയുടെ ചെവിയിൽ കത്തി വെച്ചിട്ട് ആ തോക്ക് താഴെ വെക്കി, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവളുടെ ചെവി അറക്കുമെന്ന് പറയുന്നതും ഷിൻ ഇപ്പോൾ തോക്ക് താഴേക്ക് വെച്ചിട്ട് ഓക്കെ നിനക്ക് എന്നോടല്ലേ പ്രതികാരം ചെയ്യണ്ടേ, ആ പെൺകുട്ടിയെ വെറുതെ വിട്ടേക്ക്, എന്നിട്ട് എന്നെ നീ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ ബുൾഫൈറ്റ് വെട്ടുന്ന ഷിന്നിനോട് പറയും, ഓ അപ്പോൾ നിനക്ക് ഇപ്പോഴും അവരാണ് പ്രധാനം, ഞാൻ ആരാണെന്ന് നിനക്ക് ഇപ്പോഴും അറിയത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ മാറ്റിക്കെടുത്തി ഇപ്പോൾ ഷിന്നും ബുൾഫൈറ്റും രണ്ടുപേരും നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നു. അത് മാറി മാറി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഷിന്നിനെ അടിച്ച് താഴെ കിട്ടിട്ട് ബുൾഫൈറ്റ് കുട്ടിയായിരിക്കുമ്പോഴത്തേക്കും ഷിൻ അവന്റെ വീട്ടിലേക്ക് പോകുമല്ലോ. ആ സമയത്ത് ഒരു ഫ്രണ്ടിനെ പോലെ നല്ല ഹാപ്പി ആയിട്ടാണ് രണ്ടുപേരും അവിടെ ജീവിച്ചത്, അവന്റെ അച്ഛനെ കൊല്ലുന്നത് വരെ. അത് പറഞ്ഞിട്ട് ബുൾഫൈറ്റ് ഇപ്പോൾ ഷിന്നോട് പറയും, അപ്പോൾ നമ്മൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു, ഫ്രണ്ട്സിനെ പോലെ, അത് നിനക്ക് ഓർമ്മയില്ലേന്നും പറഞ്ഞ് ഷിന്നിനെ അടിക്കുന്നു. അപ്പോൾ ഷിൻ പറയും എനിക്ക് അതൊന്നും ഓർമ്മയില്ലടാന്ന് പറയുമ്പോൾ ബുൾഫൈറ്റിന്റെ അച്ഛൻ എപ്പോഴും കുടിച്ചിട്ട് വന്ന് രാത്രിയിലെ ബുൾഫൈറ്റിനെ നല്ലതുപോലെ അടിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അടിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഷിൻ അയാളെ തടയും, എന്നിട്ട് മര്യാദയ്ക്ക് പയ്യനെ അടിക്കുന്നത് നിർത്തിക്കോ എന്നും പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള അടുത്ത ദിവസമാണ് ബുൾഫൈറ്റ് വെളിയിൽ പോകുമ്പോഴത്തേക്കും അവന്റെ അച്ഛനെ ഷിൻ കൊന്നത്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ച് നോക്കിയിട്ട് ബുൾഫൈറ്റ് പറയും, അപ്പോൾ ഇപ്പോഴും ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാണ് ഷിന്നിനെ അവൻ അടിക്കുന്നത്. അങ്ങനെ അടിച്ചടിച്ച ഒരവസരത്തിൽ ഷിൻ തന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് ബുൾഫൈറ്റിന്റെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത് അവനെ കുത്തി താഴെക്കിടുന്നതും അവനിപ്പോ അനങ്ങാൻ പോലും കഴിയുന്നില്ല. അപ്പോഴേക്കും ഷിന്നെ എഴുന്നേറ്റിട്ട് എല്ലാം കഴിഞ്ഞു, ഇനി മനസ്സമാധാനത്തോടെ നീ മരിക്കാൻ പറയുമ്പോൾ ബുൾഫൈറ്റ് പറയും അതെ സമാധാനത്തോടെയാണ് മരിക്കാൻ പോകുന്നത്, നിന്നോടൊപ്പം ഈ സ്ഥലത്തേക്ക് എനിക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, അതിപ്പോ സാധിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഷിന്നിന് ഒന്നും മനസ്സിലാവുന്നില്ല, ഇവൻ എന്താ ഈ പറയുന്നതെന്ന് ആലോചിച്ചിട്ട് ഷിൻ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പാർക്കുണ്ട്. അപ്പോഴേക്കും ഷിൻ പതിയെ ബുൾഫൈറ്റിനെ നോക്കുമ്പോഴത്തേക്കും ബുൾഫൈറ്റിനെ ഷിൻ തന്റെ സ്വന്തം മകനായിട്ടാണ് അവനെ വളർത്തിയത്. അതുപോലെ ബുൾഫൈറ്റിനെ അവന്റെ അച്ഛൻ അടിച്ചതിന് അടുത്ത ദിവസമാണ് അവന്റെ അച്ഛനെ ഷിൻ കൊന്നത്. അതുകൊണ്ട് തനിക്ക് വേണ്ടിയിട്ടാണ് ഷിൻ ഇതുപോലെ ചെയ്തത് എന്ന് വിശ്വസിച്ച് ഷിന്നിനോടൊപ്പം അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ബുൾഫൈറ്റ് ആ സമയത്ത് കുട്ടിയായിരിക്കുമ്പോൾ ആലോചിച്ചത്. പക്ഷെ ഒരിക്കലും നമ്മുടെ ഷിൻ അങ്ങനെയല്ല ചെയ്തത്, അവനെ അവിടെ തനിച്ചാക്കി, സോറി നീ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരാളല്ല എന്ന് പറഞ്ഞിട്ടാണ് ഷിൻ അവിടെ നിന്ന് പോകുന്നത്. ഇത് കുട്ടിയായിരുന്ന ബുൾഫൈറ്റിന് ആ രീതിയിലൊരു വിഷമാണ് ഉണ്ടാക്കിയത്. അതൊരിക്കലും അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും സ്നേഹം തന്ന് തന്നെ തനിച്ചാക്കിയിട്ട് പോയതിനുള്ള ആ ഒരു ദേഷ്യമുണ്ടല്ലോ അതപ്പോഴും ബുൾഫൈറ്റിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബുൾഫൈറ്റ് ഈ ഒരു ജോലിയിലേക്ക് വന്നതിന് കാരണം തന്നെ എങ്ങനെയെങ്കിലും ഷിന്നിനെ കണ്ടുപിടിച്ച് അവളോടൊപ്പം ജീവിക്കണം, അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് അവൻ ഈ ഒരു ഏജൻസിയിലേക്ക് തന്നെ വന്നത്. ഈ കാര്യങ്ങളെല്ലാം ഷിന്നിന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുപോലെ ആ ഒരു ഡോക്ടർ ഷാങ് ഉണ്ടല്ലോ അവനോട് ബുൾഫൈറ്റിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അവനൊരു പൊസസീവ്നെസ് ആണ്. എന്താന്ന് വെച്ചാല് ഷിൻ ഇപ്പോൾ ഇവനെക്കാട്ടി കൂടുതലായിട്ടും ആ ഒരു ഡോക്ടറിനോടാണ് ഇടപഴകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലി നിർത്തി കഴിഞ്ഞാല് ഷിൻ ചിലപ്പോൾ ആ ഒരു ഡോക്ടറിനോടൊപ്പം പോയി ജീവിക്കും.
അതുമല്ല ഷിൻ തന്റെ എല്ലാ സ്നേഹവും ആ ഒരു ഡോക്ടറിനും അയാളുടെ മാൾക്കും കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പൊസസീവ്നെസ് ആയിരുന്നു ബുൾ ഫൈറ്റിന്. അതുപോലെ അവൻ ഇടയ്ക്കിടയ്ക്ക് പറയലോ ഈ ഒരു ഡോക്ടറെ കൊല്ലുമെന്ന് പറയുന്നതല്ലാതെ ഒരിക്കലും ആ ഡോക്ടറിനെ ഒന്നും ചെയ്തിട്ടില്ല. അതെല്ലാം ഷിൻ ആ ഒരു ഡോക്ടറിന്റെ അടുത്ത് നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഇവ പറയുന്നതായിരുന്നു. അപ്പോഴേക്കാണ് ഷിൻ പെട്ടെന്ന് ഇതെല്ലാം നീ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു, ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ച് ഷിൻ ഇപ്പോ ബുൾഫൈറ്റിന്റെ കൈ പിടിച്ചിരുന്ന് കരയാണ്. പക്ഷേ ഇനി അവനെ രക്ഷിക്കാനായിട്ട് എന്തായാലും കഴിയത്തില്ല. അതുപോലെ ബുൾഫൈറ്റ് എപ്പോഴും കുട്ടിക്കാലത്ത് ഉറങ്ങുമ്പോഴത്തേക്ക് ഒരു കഥ അവള് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ കഥയില്ല ഇപ്പൊ പറയുന്നു. പക്ഷെ അവരോടൊപ്പം ജീവിച്ചിരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതൊന്നും ഷിന്നിന് ഇപ്പൊ ഓർമ്മയില്ല. ആരോടും അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ ഉള്ളിലുള്ള ആ ഒരു ഓർമ്മകളെല്ലാം അവൾ മാറുന്നത്. അതുകൊണ്ട് താൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തെന്നുള്ള ആ ഒരു കുറ്റബോധത്തോടെ ബുൾഫൈറ്റിന്റെ കണ്ണങ്ങനെ മൂടുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ കാണിക്കുമ്പോൾ ഷിൻ പണത്തിന് വേണ്ട ആ ഒരു ജോലി ഇപ്പൊ ചെയ്യുന്നില്ല. മറിച്ച് ഇവരുടെ നാട്ടിലെ ആരെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് അവരെ മാത്രം തേടി പിടിച്ച് കൊല്ലുക, അല്ലാതെ പണത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്ന ആ ഒരു കാര്യം ഷിൻ നിർത്തി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവളിപ്പോ മറ്റുള്ളവരെ കൊല്ലുകയാണ്. ഈ കാര്യം അവൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ നല്ല മാസായിട്ട് കാണിക്കുന്ന വേറൊരു മൂവി നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്. അതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുനോക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.